ശബരിമല വിഷയം ആളിക്കത്തുന്നതിനിടയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി കോടതി നിരീക്ഷണം പോലും വരുന്ന സമയത്താണ് രാഷ്ട്രപതി കേരളത്തിലെത്തുന്നത്. ഇവിടെ തന്റെ കൈകൾ ശുദ്ധമാണ്, തന്റെ മടിയിൽ കനമില്ല എന്നൊക്കെ അവകാശപ്പെടുകയും തന്റെ മക്കൾ തനിക്ക് യാതൊരു പേരുദോഷവും വരുത്തിയിട്ടില്ല എന്നുള്ളത് അഭിമാനമാണ് എന്നൊക്കെ വലിയ വായിൽ വിളിച്ചു പറയുകയും ചെയ്യുന്ന മുഖ്യൻ തന്നെ സ്വയം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും PM ശ്രീ പദ്ധതിയെ എതിർക്കുന്ന സമയത്ത് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രം മോദി എന്തു പറഞ്ഞാലും അതനുസരിക്കേണ്ടുന്ന അവസ്ഥയിലാണ്. ഇടയ്ക്കുള്ള ഡൽഹിക്ക് പറക്കലും അമിത്ഷായെ കാണലുമൊക്കെയായി തിരക്കിട്ട വലിയ ഗൂഢാലോചനകൾ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. അല്ലെങ്കിൽ PM ശ്രീ പദ്ധതിയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കേണ്ടുന്ന ആവശ്യം പിണറായിക്കും കൂട്ടർക്കുമില്ല. സത്യത്തിൽ അടിയറവ് വെക്കലിന്റെ ഗതികെട്ട രാഷ്ട്രീയമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പയറ്റുന്നത്. എന്നാൽ അവിടെയാണ് ഡൽഹിയിൽ നിന്നും KC വേണുഗോപാൽ എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ എല്ലാ അവരെന്തും തുടങ്ങിക്കോട്ടെ, ജനങ്ങളുടെ മനസ്സിൽ കൃത്യമായ ചിത്രമുണ്ട്. UD കൃത്യമായിട്ട് അവരെ എന്ത് പ്രചരിപ്പിച്ചോട്ടെ, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായ പിക്ചറുണ്ട്. അതവർ കൃത്യമായിട്ട് വരും. ഞാൻ കേരളത്തിലല്ലേ, ഞാൻ ആലപ്പുഴയിൽ നിന്നുള്ള ജനങ്ങൾ ജയിപ്പിച്ച MP അല്ലേ. കേരളത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടാവും. പക്ഷേ ഏതെങ്കിലും കസേര നോക്കിയിട്ടുള്ള സജീവത്വമല്ല, പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ, UDFനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജീവത്വമാണ്. ഞാൻ കേരളത്തിൽ സജീവമായിട്ടുണ്ടാവുന്നത് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും പറയുന്നു, ഏതെങ്കിലും കസേര നോക്കിയിട്ടല്ല ഞാൻ സജീവമാകുന്നത്. അമ്പലങ്ങളിലെയും ആരാധനാലയങ്ങളിലും സ്വത്തുക്കൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ് എന്ന് വന്നിരിക്കുകയാണ്. ഇപ്പം ഗുരുവായൂരിലത്തെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പത്രങ്ങളിലൊക്കെ ഇന്നലെയും മിനിഞ്ഞാന്നും വന്നുകൊണ്ടിരിക്കുന്നത്. മലബാറിലെ ദേവസ്വങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയാം. എന്താ അടിസ്ഥാനപരമായ കാര്യം? ഇത് സ്വത്ത് കക്കുക മാത്രമല്ല, വിശ്വാസത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഈ അമ്പലങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള, അമ്പലങ്ങളിലെ സ്വത്തുകൾ കുളങ്ങടത്താനുള്ള കാര്യമാണ് എന്ന് വരുത്തി തീർക്കാൻ. സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞ, അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് കേവലം ഒരു സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പാളി മാത്രമല്ല, അത് വിശ്വാസികളുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടുന്ന ഒന്നാണ്. അതുപോലെ ഓരോ അമ്പലത്തിലെയും സ്വത്തുക്കൾ അങ്ങനെയാണ്. അപ്പോൾ അത് കവർന്നെടുക്കുന്നതിന് മുഴുവൻ ലൈസൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഇതുപോലെ വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് സത്യത്തിൽ വിശ്വാസത്തിനെതിരായിട്ടുള്ള നടപടി തന്നെയാണ്. ഇന്നലത്തെ ഹൈക്കോടതി വിധി വളരെ ഗൗരവതരമായിട്ട് നമ്മൾ കാണുന്നത്. അത് ശരി, പരാമർശം മാറ്റാൻ വേണ്ടിയിട്ടാണ്, തങ്ങൾ ചെയ്ത കുറ്റം മാറ്റാനല്ല. അതാണ് പറഞ്ഞത്. ഇതിനകത്ത് കൃത്യമായി ദേവസ്വം ബോർഡ് ചെയ്ത കുറ്റം മറച്ചു പിടിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് 2025 ഈ തീരുമാനത്തിൽ സ്പെഷ്യൽ കമ്മീഷണറെ മാറ്റി നിർത്തിയിട്ടാണ് തീരുമാനിച്ചത്. ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി നിശ്ചയിച്ച സ്പെഷ്യൽ കമ്മീഷണറോട് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ തീരുമാനം ദേവസ്വം കമ്മീഷണർ അറിയാതെ നടത്തി. അത് തന്നെ കോടതി വിധി പറയുന്നുണ്ട് കൃത്യമായിട്ട്. ആ നടത്തിയതിൽ നിന്ന് വ്യക്തമാണ് ഇത് പലരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വിപുലമായ കോൺസ്പിറസി അന്വേഷിക്കണം. 2019 കാര്യം മാത്രം അന്വേഷിച്ചാൽ പോരാ, വിപുലമായ കോൺസ്പിറസി അന്വേഷിക്കണം എന്ന് SIT പറഞ്ഞാൽ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള കൃത്യമായ അവിശ്വാസമാണ് എന്നുള്ളത് സംശയമില്ല. അവർക്ക് ഇനി ഒരു നിമിഷം പോലും തുടരാൻ അർഹതയില്ല. അതാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അന്വേഷണത്തിൻ്റെ സ്കോപ്പ് ഹൈക്കോടതി വർദ്ധിപ്പിച്ചു, കോൺസ്പിറസി ആംഗിളിലോട്ട് കൊണ്ടുവന്നു. ഞങ്ങൾക്ക് പങ്കെടുത്ത എല്ലാവരും, ഇത് പാർട്ടി അറിയാതെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു ഇല അനങ്ങോ ആരെങ്കിലും ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിചാരിച്ചാൽ അല്ലെങ്കിൽ മെമ്പർ വിചാരിച്ചാൽ CPMനകത്ത് ഇതൊക്കെ നടക്കുമോ? അവരെ വെറുതെ വിടുവോ? ഗുരുവായൂരിലത്തെ ക്രമക്കേട് നിങ്ങൾ കണ്ട, അത് വേറെ ആരും പറഞ്ഞതല്ല. സർക്കാരിൻ്റെ ഓഡിറ്റ്, സ്റ്റേറ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഡിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. 2023 അവിടെയും ഗുരുതരമായ ക്രമക്കേടുകളുണ്ട്. പലതും കാണാനില്ല, പലതും റെക്കോർഡിലില്ല. അതിനിപ്പോൾ എന്താ പറയുക, ആ ഓഡിറ്റ് നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥനെയാണ് ശിക്ഷിച്ചത്, അല്ലാണ്ട് ഓഡിറ്റിൻ്റെ കാരണം കണ്ടെത്തി നടപടി എടുക്കുന്നില്ല. ഇത് എനിക്ക് വിചിത്രമായി തോന്നിയത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ മറുപടി, അത് ഞങ്ങൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. റെക്ടിഫൈ ചെയ്തിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് കാണണ്ടേ? അപ്പോൾ ഇത് കൃത്യമാണ്.